വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി അലസിപ്പോയി. അതിനൊരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമല്ലേ. നമ്മൾ ഈ അന്ധനാനെ കാണുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കും, എന്നാൽ പ്രോപ്പറായിട്ട് ഉത്തരവായിട്ട് മനസ്സിലാക്കും. ഈ രണ്ടോ അതിലധികമോ പ്രാവശ്യം ഈ ഗർഭം അലസി പോകുന്നതിന് പറയുന്ന പേരാണ് റിക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഈ ഗർഭം അലസി പോയിക്കൊണ്ടിരിക്കുന്ന ദമ്പതികൾ അതിൻ്റെ ഒരു കാരണമൊന്നും തപ്പിപ്പോകാറില്ല. പക്ഷേ നമ്മൾ അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഈ റിക്കറന്റ് പ്രഗ്നൻസി ലോസിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള സയന്റിഫിക് ആൻസേഴ്സ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴും ഒരു നല്ല ശതമാനം ഡോക്ടർമാരും സങ്കടമല്ലേ, നമുക്ക് അടുത്ത പ്രഗ്നൻസി നോക്കാം എന്നുള്ളൊരു ക്ലീഷേ സെന്റൻസിൽ പതുക്കെ നിർത്തും. പക്ഷേ ഇങ്ങനെയാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? നമ്മുടെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി അലസിപ്പോയി. അതിനൊരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമല്ലേ. അതിന് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഈ അന്ധനാനെ കാണുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കും, എന്നാൽ പ്രോപ്പറായിട്ട് ഉത്തരവായിട്ട് മനസ്സിലാക്കത്തില്ല. ഗർഭം അലസി പോകാൻ അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഗർഭം അലസി പോകുന്നതിന് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. ഒന്ന്, അനാറ്റമിക്കൽ എന്ന് പറയും, അതോ ഗർഭാശയത്തിൻ്റെതായ എന്തെങ്കിലും ഡിഫക്റ്റ്, യൂട്രസിന് അറകൾ ഉണ്ടാവും, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ. 2, ത്രോംബോട്ടിക് എപ്പിസോഡ്സ് എന്ന് പറയും, എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. 3, ഹോർമോണൽ പ്രോബ്ലംസ്, നമുക്കുണ്ടാകുന്ന തൈറോയിഡിന്റെ ഹോർമോൺ, ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ, ഇന്നതൊക്കെ മൂലം നമുക്ക് ഗർഭാലസി പോകാം. പിന്നെ ബോഡി ഒരു പ്രഗ്നൻസി റിജക്ട് ചെയ്യുന്ന ഒരു സ്വാഭാവിക സവിശേഷതയുണ്ട്, ഇമ്യൂണോളജിക്കൽ കോസ് എന്ന് പറയും. പിന്നെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ജനറ്റിക്സ് അഥവാ ജനിതകപരമായ വ്യത്യാസങ്ങൾ. അതും ചില ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ട് ഇത് അലസിപ്പോയി എന്നുള്ളൊരു വസ്തുനിഷ്ഠമായ ഒരു പഠനം ആ ദമ്പതികൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രഗ്നൻസിയെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനും അതൊരു സക്സസ് സ്റ്റോറി ആയി മാറ്റാനും നമുക്ക് സാധിക്കത്തുള്ളൂ.